വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി നാളെ പരിഗണിക്കാനിരിക്കെയാണ് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി കിരൺ റിജിജു സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടില്ല എന്ന അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത്. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കിരൺ റിജിജു കോടതി ഈ വിഷയത്തിൽ, അതായത് പാർലമെന്റ് പാസാക്കിയ നിയമത്തിൽ ഇടപെടില്ല എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. കോടതി ഇടപെടില്ല എന്ന് തനിക്ക് ആത്മവിശ്വാസമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ ഇവയാണ്. ഒന്ന്, ഒരു സെപ്പറേഷൻ ഓഫ് പവർ സംബന്ധിച്ച്, അതായത് ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും തമ്മിലുള്ള സെപ്പറേഷൻ ഓഫ് പവർ സംബന്ധിച്ച് കൃത്യമായ ഒരു വ്യക്തത ഉള്ളതാണ്. പാർലമെന്റ് പാസാക്കിയ ഒരു നിയമത്തിൽ കോടതികൾ ഇടപെടില്ല എന്നതാണ് തന്റെ വിശ്വാസമെന്ന് പറഞ്ഞ കിരൺ റിജിജു ജുഡീഷ്യറിയുടെ പ്രവർത്തനത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടാൽ അത് ശരിയാകില്ല എന്നും പറയുകയും ചെയ്തു. ഫലത്തിൽ സുപ്രീം കോടതി നാളെ ഈ ജുഡീഷ്യൽ, അതായത് ലെജിസ്ലേറ്റീവ് പവറിലേക്ക് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകില്ല എന്നാണ് കിരൺ റിജിജു ഇപ്പോൾ ഈ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ വഖഫ് ഭേദഗതി നിയമത്തെ ശക്തമായി പ്രതിരോധിക്കാൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിന് പുറമെ BJP ഭരിക്കുന്ന 5 സംസ്ഥാന സർക്കാരുകൾ കൂടി സുപ്രീം കോടതിയിൽ ഈ കക്ഷി ചേരൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. അതായത് വഖഫ് ഭേദഗതി നിയമം ഒരു കാരണവശാലും റദ്ദാക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഉത്തരാഖണ്ഡ്, ആസാം, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ ഒരു കാരണവശാലും കോടതി ഈ വിഷയം, അതായത് ഈ നിയമം സ്റ്റേ ചെയ്യുകയോ അതല്ല എങ്കിൽ കോടതി ഈ വിഷയത്തിൽ ഒരു നോട്ടീസ് പോലും അയക്കരുതെന്നതാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെയും അതുപോലെ തന്നെ BJP ഭരണ സംസ്ഥാന സർക്കാരുകളുടെയും ഒക്കെ ആവശ്യം. ശക്തമായ വാദപ്രതിവാദങ്ങൾ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നാളെ കോടതിയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം നിയമം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഈ ഹർജിക്കാർ ഉന്നയിക്കുമ്പോൾ ഒരു കാരണവശാലും ആ സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിക്കരുത് എന്നതാണ് BJPയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ആവശ്യം.